നമസ്കാരം. ഉച്ചവരെയുള്ള പ്രധാന വാർത്തകളിലേക്ക്. പൂക്കോട് സർവകലാശാല വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണം CBI അന്വേഷിക്കും. ഉത്തരവിറക്കി സർക്കാർ. നടപടി ആവശ്യമുന്നയിച്ച് പിതാവ് മുഖ്യമന്ത്രിയെ കണ്ടതിന് പിന്നാലെ. സ്ഥാനാർത്ഥി ചിത്രം തെളിഞ്ഞതോടെ സംസ്ഥാനത്ത് പ്രചരണ ചൂട്. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി മുരളീധരൻ തൃശൂരിൽ. ഷാഫി പറമ്പിൽ നാളെ വടകരയിൽ. മത്സരരംഗത്ത് UDFന്റെ ഡ്രീം ടീമെന്ന് ഹൈബി ഈഡൻ കേരള വിഷൻ ന്യൂസിനോട്. കട്ടപ്പനയിൽ ഇരട്ട കൊലപാതകമെന്ന സംശയത്തിൽ അന്വേഷണം ഊർജിതം. പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങാൻ പോലീസ്. വിഷ്ണുവിന്റെയും കുടുംബത്തിന്റെയും ജീവിതം ദുരൂഹത നിറഞ്ഞതെന്ന് വാർഡ് മെമ്പർ. അതിരപ്പള്ളിയിൽ ആദിവാസി പെൺകുട്ടിയെ മദ്യം നൽകി പീഡിപ്പിച്ചു. പരാതിയുമായി കുട്ടിയുടെ പിതാവ്. 16-കാരി അവശനിലയിൽ ചാലക്കുടി താലൂക്ക് ആശുപത്രി. തൃശൂരിലെ ആദിവാസി കോളനിയിൽ നിന്ന് കാണാതായ കുട്ടികൾക്കായി തെരച്ചിൽ ശാസ്താംപൂവം കോളനിക്ക് സമീപം ഉൾവനത്തിൽ. പോലീസ് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സംയുക്തമായി രംഗത്ത്. സ്വർണ്ണവില വീണ്ടും റെക്കോർഡിൽ. പവന് 400 രൂപ വർദ്ധിച്ച് 48,600 രൂപയായി. 1 ഗ്രാം സ്വർണത്തിന് 6,075 രൂപ. വിശദമായ വാർത്തകളിലേക്ക്. പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണത്തിൽ CBI അന്വേഷണം നടത്തും. സിദ്ധാർത്ഥന്റെ കുടുംബത്തിന്റെ ആവശ്യം പരിഗണിച്ചാണ് കേസ് CBIക്ക് വിടുന്നത്. അതേസമയം CBI അന്വേഷണം ആവശ്യപ്പെട്ട് കോൺഗ്രസ് നടത്തി വന്നിരുന്ന നിരാഹാര സമരം അവസാനിപ്പിച്ചു. പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് അച്ഛൻ ജയപ്രകാശ് ഇന്ന് മുഖ്യമന്ത്രിയെ കണ്ടിരുന്നു. പിന്നാലെ കേസ് CBIക്ക് വിടാമെന്ന് മുഖ്യമന്ത്രി ഉറപ്പു നൽകി. തന്റെ മകന്റെ മരണം കൊലപാതകമാണെന്ന് മുഖ്യമന്ത്രിയോട് താൻ പറഞ്ഞെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചു. SFIക്കെതിരായ കാര്യങ്ങളൊന്നും മുഖ്യമന്ത്രിയോട് പറഞ്ഞിട്ടില്ലെന്നും വ്യക്തമാക്കി. ഇതൊരു മരണമല്ല സാറേ, ഇത് അന്വേഷിക്കണം. കൊലപാതകത്തിൽ